നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അവഗണിച്ച് വിനയ് ജീവിച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റേത് മാത്രമായി. എന്തുകൊണ്ട് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ല എന്ന് വിനയ്ക്ക് നന്നായി അറിയായിരുന്നിട്ടും ഒരു മനസ്സാക്ഷി കുത്തും ഇല്ലാതെ അയാൾക്ക് എങ്ങനെ എന്നെ പഴിക്കാനാവുന്നു? ഇത്രയും നാള് വിനയ്ക്ക് വേണ്ടി കാത്തിരുന്നതാ ഞാൻ. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വിധിയാണല്ലോ ഉണ്ടായത്. പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്ത പിന്നെ എനിക്ക് എന്ത് ജീവിതം ഉണ്ടാവുക? എന്റെ ഈ ജീവിതം തന്നെ പാഴായി പോവില്ലേ? പാഴായി പോവും. എന്റെ ജീവിതം നശിക്കും. അങ്ങനെ ജീവിതം നശിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താർത്ഥ? വേണ്ട, ഇനി എനിക്ക് ജീവിതം വേണ്ട. ഞാനൊരു ശല്യമായിട്ട് വിനയുടെ മുന്നിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പോ വിനയെ ശകാരിച്ചിട്ടും തല്ലിയിട്ടും എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രഭാവതി, നീയാണ് വിനയനെ അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി വഷളാക്കിയത്. ഗോപിയൻ ഇത് എന്ത് വർത്തമാനായി പറയുന്നത്? ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായോ? വിനയനെ മാത്രമല്ല ഞാൻ വളർത്തിയത്. ദേ, ഈ നിൽക്കുന്ന വിശാലിനെ ഞാൻ തന്നെയാ വളർത്തിയത്. എന്നിട്ടെന്താ ഇവൻ വഴിതെറ്റിപ്പോയോ? ഇല്ലല്ലോ, ഇവൻ നല്ല അന്തസ്സായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോ വിനയ് വഴിതെറ്റിയെങ്കിൽ അത് എന്റെ വളർത്തു ദോഷമായിട്ട് കാണരുത്. വിനയ് ഈ വിധത്തിലായതും ഇപ്പൊ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതും അത് അവന്റെ മാത്രം പ്രശ്നമാണ്. ഏതായാലും ഇത് കുറച്ച് മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയായി പോയി. മഹാമോശമായി പോയി. ഒരു ഭാര്യ ഇവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോ ആ ആള് മറ്റൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നത് അത്ര മര്യാദയൊന്നും അല്ല. വളരെ സങ്കടകരമായ കാര്യം. ഗാർഗിയുടെ മനസ്സിപ്പോ എന്തുമാത്രം ഉരുകുന്നുണ്ടായിരിക്കും? ഇതിപ്പോ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇതുപോലെ തന്നെ എത്ര എടുത്ത് നടക്കുന്നു. ഇതിപ്പോ വിനയ് അവന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ഗാർഗി ഒന്നുകിൽ അത് അംഗീകരിച്ച് കൂടെ കഴിയണം. ഇല്ലെങ്കിൽ ഡിവോഴ്സും വാങ്ങിച്ച് അവൾ അവളുടെ വഴിക്ക് പോണം. സുശീലേ, അവിവേകം എഴുന്നള്ളിക്കല്ലേ. ഇപ്പൊ നീ ഈ പറഞ്ഞതാണോ ഇതിനുള്ള പരിഹാരം? ആണോ എന്ന്? നീ ഇമാതിരിയുള്ള വിവരക്കേട് എന്തെങ്കിലും ഇനി ഇവിടെ മിണ്ടിയാൽ നമ്മുടെ ഗാർഗി നിന്നെ പോലൊരു പെണ്ണാടി അവള്. നീ എന്താ അതൊക്കെ ചിന്തിക്കാത്തത്? ദേ, നമ്മൾ ചിന്തിക്കേണ്ടത് ഗാർഗിയുടെ ഭാഗത്ത് നിന്നാണ്, അതല്ലാതെ മര്യാദകേട് കാണിച്ച വിനയന്റെ ഭാഗത്ത് നിന്നല്ല. അതെ, അത് തന്നെയാ വേണ്ടത്. എന്താ പ്രഭാവതി, ഞാൻ പറഞ്ഞതല്ലേ ശരി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.